നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മോഡി കെയർ പ്രോഡക്റ്റുകൾ ഞാൻ ശുപാർശ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണങ്ങളാണ്: 1. 20-ൽ പരം വിഭാഗത്തിലായിട്ട് 1000-ൽ പരം പ്രോഡക്റ്റുകളാണ് മോഡി കെയർ ലഭ്യമാകുന്നത്. നാഷണൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളാണ് മോഡി കെയർ പ്രോഡക്റ്റുകൾക്ക് ഉള്ളത്. 100% പ്രകൃതിദത്തമായ പ്രോഡക്റ്റുകളാണ് മോഡി കെയറിലൂടെ ലഭിക്കുന്നത്. ശുദ്ധവും സസ്യജന്യവുമായ പ്രോഡക്റ്റുകളാണ് മോഡി കെയറിലുള്ളത്. കോൺസെൻട്രേറ്റഡ് ആണ്, അതീവ ഗാഢതയുള്ളതാണ്. കൂടാതെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നു. ഇതിലും വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തൊക്കെയാണ് പ്രോഡക്റ്റ് കാറ്റഗറികൾ എന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷ്യൻസ് കാറ്റഗറിയിൽ വരുന്ന വെയിറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ, ബ്യൂട്ടി കെയറിൽ വരുന്ന ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ സൊല്യൂഷൻസ്, സോൾ ഷെഫിൽ വരുന്ന മോഡേൺ കിച്ചൺ സൊല്യൂഷൻ, വെൽ കാറ്റഗറിയിൽ വരുന്ന സപ്ലിമെന്റ്സ്, അർബൻ കളർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ലോകോത്തര നിലവാരത്തിലുള്ള ലണ്ടൻ ഫോർമുലയോട് കൂടിയ കളർ കോസ്മെറ്റിക്സ്, സ്ലോഗ കാറ്റഗറിയിൽ വരുന്ന സ്കിൻ കെയർ, എല്ലാതരം സ്കിന്നിനുള്ള സ്കിൻ ടൈപ്പിനും നമുക്ക് ലഭിക്കും. എൻവൈറോ ചിപ്പ്, എൻവൈറോ ഗ്ലോബ്, അത് നമ്മുടെ റേഡിയേഷൻ പ്രൊട്ടക്ടർ ആണ്. ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, അത് ഫുഡ് ആൻഡ് ബിവറേജിലും സ്കിൻ കെയറിലും വരുന്നു. ഫ്രഷ് മൂവ്മെന്റിന്റെ ഓറൽ ഹെൽത്ത്, എസെൻഷ്യലിന്റെ പേഴ്സണൽ കെയർ, സലോണിന്റെ ഹെയർ കെയർ, സോൾ ഫ്ലേവറിന്റെ ഫുഡ് ആൻഡ് ബിവറേജ്, മോഡി കെയർ പ്രീമിയം അഗർബത്തീസ്, ഹോം കെയറിൽ വരുന്ന ഫ്ലോർ ക്ലീനർ, ബാത്റൂം ക്ലീനർ എക്സെട്ര, വാഷ്മേറ്റിൽ വരുന്ന ലോണ്ടറി കെയർ, ഓട്ടോ കെയർ, സോപ്പ് വാഷ് കാറ്റഗറിയിൽ വരുന്ന ബാത്ത് റേഞ്ച്, പിന്നെ SM വാച്ചസ്, അമൂലി 80 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറീസ് ആണ് നമുക്ക് ലഭിക്കുക. പിന്നെ വരുന്നത് ആക്ടിവേറ്റി എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ റേഞ്ച്. ഇനി എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്ന് നോക്കാം. GMB സർട്ടിഫിക്കേഷൻ, USD സർട്ടിഫിക്കേഷൻ, ന്യൂട്രോലാൻഡ് സർട്ടിഫിക്കേഷൻ, എക്കോസെർട്ട് സർട്ടിഫിക്കേഷൻ, CGBC സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ, APEDA സർട്ടിഫിക്കേഷൻ, CE മാർക്ക്, നോ GMO സർട്ടിഫിക്കേഷൻസ്. ഇനി പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം തെളിയിക്കുന്ന ഡെമോൺസ്ട്രേഷനിലേക്ക് കടക്കാം. മോഡി കെയർ സോൾട്ട് ഫ്ലേവർ സ്ട്രോങ് ടീയുടെയും AVTയുടെയും ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഡെമോയിലിട്ട് കിടക്കാം. അപ്പം ഞാൻ ഈ ടിന്നിൽ ഇട്ട് വെച്ചിരിക്കുന്നത് സോൾട്ട് ഫ്ലേവറിൻ്റെ ടീ ആണ്. ഞാൻ ഇവിടെ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് 2 പാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, 2 സ്പൂണും. അപ്പം ഞാൻ ഈ 2 പാത്രത്തിൽ ഒരുപോലെ വെള്ളം എടുക്കുവാണ്. അപ്പം നമ്മൾ ഈക്വലായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ AVTയുടെ 1 സ്പൂണ് നമുക്ക് ഇടാം. നമ്മൾ TV-യിലൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ, ഒരുപാട് ടീയിലെല്ലാം കെമിക്കൽ ഉണ്ടെന്ന്. നമുക്ക് കളർ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണിത്. അപ്പോൾ 1 സ്പൂണ് തേയില നമ്മൾ ഇതിലിട്ടിട്ട് ഇളക്കിയിട്ടുണ്ട്. AVT ആണ്, പ്രോഡക്റ്റ് പുറത്തുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത് നമ്മുടെ സോൾ ഫ്ലേവർ ആണ്, അതൊരു സ്പൂണ് തന്നെ സെയിം ഒരേ അളവിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തിലാണ് കളറുള്ളത്. നമ്മുടെ സോൾ ഫ്ലേവറിൽ തികച്ചും ഒരു മിൻറ്റ് ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേൽ നന്നായിട്ട് കളർ ഇളകിയിട്ട് വന്നിട്ടുണ്ടാവും. അടുത്തതായിട്ട് വണ്ടർ ഡ്രോപ്പിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാം. അപ്പം നമ്മളിവിടെ വണ്ടർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1 ലിറ്റർ ബോട്ടിലിൽ നമ്മളൊരു 800 ml വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ടർ ഡ്രോപ്പ് എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണെന്ന് കാണിക്കാനാണ് ഈ ഡെമോ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 തുള്ളി നമ്മുടെ വണ്ടർ ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കി എത്രത്തോളം പത വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെറും 2 ഡ്രോപ്പ് കൊണ്ട് തന്നെ 800 ml വെള്ളത്തിൽ ഇത്രയും നന്നായിട്ട് പത വന്നിട്ടുണ്ട്. അപ്പം അത്രയും കോൺസെൻട്രേറ്റഡ് ആണ്. ഇത് നമുക്ക് 2 മാസത്തേക്ക് ഒരു ബോട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി വണ്ടർ ഡ്രോപ്പും എക്സോയും തമ്മിലുള്ള ഡെമോ ആണ്. അപ്പം നമുക്കിവിടെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്, തുല്യമായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ബോട്ടിലിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം എടുക്കുന്നതെന്ന് വെച്ചാൽ രണ്ടും ഒരേ സാധനമാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി നമുക്കറിയാലോ, ആൽക്കലി അല്ലെങ്കിൽ ആസിഡിറ്റി കണ്ടന്റ് ഉള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് വ്യത്യാസം വരും. അപ്പം ഞാനിവിടെ 2 ബോട്ടിലും ഒരുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ബോട്ടിലേക്ക് ഞാൻ എക്സോ ഇടുകയാണ്. എന്നിട്ട് അതൊന്ന് അടച്ചിട്ട് അടയ്ക്കുവാണ്. എന്നിട്ട് വണ്ടർ ഡ്രോപ്പ്
1 ഡ്രോപ്പ് നമ്മുടെ ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്കിത് രണ്ടും അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 ഡ്രോപ്പ് ഷേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നിറമൊന്നും മാറിയിട്ടില്ല. ഇവിടെ എക്സോ ഇട്ട പാത്രം ഷേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. അതായത് ഇതിൽ അതിൻ്റെ pH ലെവൽ അല്ല, അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് സോപ്പ് വാഷ് വൈറ്റ് പേൾ സോപ്പും ഡവ് സോപ്പും തമ്മിലുള്ള ഡെമോ ആണ്. അപ്പം ഞാൻ ഇവിടെ 2 സോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ബെറ്റാഡിൻ സൊല്യൂഷനാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അത് ഒരുപോലെ 2 പാത്രത്തിലേക്കും എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വിയർപ്പ് നാറ്റത്തിനെ അഴുക്കിനെയും സൂചിപ്പിക്കാനാണ് നമ്മൾ ഇവിടെ ബെറ്റാഡിൻ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. ബെറ്റാഡിൻ സൊല്യൂഷൻ നമുക്കറിയാലോ, രൂക്ഷമായൊരു മണമുള്ള ഒരു വസ്തുവാണ്. അപ്പം നമ്മൾ ഇത് രണ്ടും ഒരുപോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നിറം കുറവാണെന്ന് തോന്നി, ഇച്ചിരി കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടും ഒരുപോലെ 2 ബോട്ടിലായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 2 ഒരു ബോട്ടിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോട്ടിലേക്ക് നമ്മൾ ഡവും ഒരു ബോട്ടിൽ നമ്മൾ സോപ്പ് വാഷും ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് സോപ്പ് വാഷിൻ്റെ സോപ്പാണ് ഞാൻ ഇട്ടത്. അടുത്ത നമുക്ക് ഡവ് അടുത്ത പാത്രത്തിലേക്ക് ഇടാം. അതിൽ കുറച്ച് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഞങ്ങളിത് ഡെമോ കാണിക്കാനായിട്ട് എപ്പോഴും എടുത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കാണിക്കാം. നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മൾ സോപ്പ് വാഷ് ഒഴിച്ചതിൽ ഇപ്പോൾ തന്നെ അത് ലൈറ്റായി, ഇപ്പോൾ നന്നായിട്ട് വെള്ള നിറമായിട്ടുണ്ട്. ഡവ് സോപ്പ് ഉപയോഗിച്ചാൽ ആ മഞ്ഞ നിറം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദുർഗന്ധവും പോയിട്ടുണ്ടാവില്ല. അത് അടുത്ത ഡെമോയിലേക്ക് പോവാം. സ്റ്റെറിക്ലീൻ ലൈസോളും. അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്നവരല്ലായാലും അല്ലേ, നമ്മൾ ലൈസോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെറിക്ലീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിലേക്ക് നീലം ചേർത്തിട്ടുണ്ട്, അതായത് ഉജാല. അപ്പോൾ നമ്മളത് ഒരുപോലെ 2 ബോട്ടിലും ആക്കുകയാണ്. അപ്പോൾ 2 ബോട്ടിൽ ഒരുപോലെ ഉജാല വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബോട്ടിലേക്ക് ലൈസോളും ഒരു ബോട്ടിലേക്ക് സ്റ്റെറിക്ലീനും ഉപയോഗിക്കാം. ഞാൻ ആദ്യത്തെ ബോട്ടിൽ സ്റ്റെറിക്ലീൻ ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ ബോട്ടിൽ ലൈസോൾ ഒഴിക്കുകയാണ്. നമുക്കറിയാമല്ലേ 99% അണുക്കളെ നശിപ്പിക്കണമെന്നാണ് പരസ്യത്തിൽ പറയുക. നമ്മൾ സ്റ്റെറിക്ലീൻ ഉപയോഗിച്ചത് ഞാൻ നന്നായിട്ട് ഷേക്ക് ചെയ്യട്ടെ. നമുക്ക് ലൈസോൾ ഉപയോഗിച്ചത് ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രത്തോളം അഴുക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ലൈറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം അല്ലേ, തീർത്തും വെള്ള നിറത്തിലായിട്ടുണ്ട് നമ്മൾ സ്റ്റെറിക്ലീൻ ഉപയോഗിച്ച പാത്രം. അപ്പം അത്രയും നന്നായിട്ടൊരു ക്ലീനിങ് ആണ് നമുക്ക് കിട്ടുക. കൂടാതെ അണുവിമുക്തമാക്കാനും കുമിൾനാശിനിയാണ്. അപ്പം നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാനും ഫ്ലോർ ക്ലീൻ ചെയ്യാനും അടുക്കള സിങ്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സ്റ്റെറിക്ലീൻ ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ മോഡി കെയറിലെ ഏറ്റവും ഉപയോഗമുള്ളൊരു പ്രോഡക്റ്റാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിലും വീടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വിധത്തിൽ അണുവിമുക്തമാക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റെറിക്ലീൻ കൊണ്ട് സാധിക്കും. നമ്മളെ സിങ്ക് ക്ലീൻ ചെയ്യാം, ഒരുവിധം വീട്ടിലെല്ലാ സ്ഥലങ്ങളും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മോഡി കെയർ പ്രോഡക്റ്റ് ഞാൻ ശുപാർശ ചെയ്യാനുള്ള അവസാനത്തെ കാര്യം ഞാൻ വീഡിയോയുടെ അവസാനം പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ 6 മാസം മേടിക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ 1800 മേലെ ആണെങ്കിൽ നമുക്ക് 6 മാസത്തെ ആവറേജ് 7ാമത്തെ മാസം ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ 1 വർഷം അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ വരുന്ന 7ാമത്തെ മാസം മുതൽ 12ാമത്തെ മാസം വരെയുള്ള ആവറേജും പിന്നെ ആ 1 വർഷം മൊത്തത്തിലെടുത്ത ആവറേജും, അങ്ങനെ മൊത്തത്തിൽ ഒരു ട്രിപ്പിൾ ബെനിഫിറ്റ് ആണ് നമുക്ക് ലോയൽറ്റി പ്രോഗ്രാം വഴി കിട്ടുന്നത്. അതൊരു നമ്മുടെ ഒരു പ്രിഫേർഡ് കസ്റ്റമർ ആണെങ്കിൽ പോലും നമുക്കത് ലഭിക്കും. കൂടാതെ നിങ്ങളൊരു അഡ്വൈസർ ആകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 12 തരം വരുമാനങ്ങളാണ് നമുക്കിതിൽ കൂടി ലഭിക്കുക. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ചേർത്ത് ഞാൻ പിന്നെ ഒരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും. ഇപ്പം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.